1970 ഇന്ത്യയിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് പോലും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല. വൻ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ ISRO പോലും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങാൻ ഫണ്ടിനായി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കാത്തു നിൽക്കുന്ന സമയം. എന്നാൽ അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി ആരും അറിയാതെ കോടിക്കണക്കിന് രൂപ മുടക്കി രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകളൊന്ന് സ്വന്തമാക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊരു വലിയ വിദേശ IT കമ്പനിയോ ടാറ്റയോ ബിർളയോ ആയിരിക്കുമെന്ന്. അല്ല, ആ കമ്പനിയുടെ പേര് ഏഷ്യൻ പെയിൻറ്റ്സ് എന്നായിരുന്നു. അതെ, നിങ്ങളുടെ വീടുകളും ചുവരുകൾക്കും നിറം നൽകുന്ന നമ്മൾ കടകളിൽ കാണുന്ന സാധാരണ പെയിൻറ് കമ്പനി. ആലോചിച്ച് നോക്കൂ, ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ISROയ്ക്ക് പോലും ഇല്ലാത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന ഒരു കമ്പനി. എന്തിനാണ് ഒരു പെയിൻറ് കമ്പനി അത്രയും വലിയ തുക മുടക്കി അങ്ങനെ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നത്? അവർ ചുമരുകളിലടിക്കുന്ന പെയിൻറ്റിനും റോക്കറ്റ് സയൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പലരും വിചാരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് വെറും ഒരു പെയിൻറ് മാനുഫാക്ചറിങ് കമ്പനി മാത്രമാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവരൊരു വൻ ഡേറ്റ, ടെക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയാണ്. പുറമെ പെയിൻറ് വിൽക്കുന്നു എന്ന് തോന്നുമെങ്കിലും അവരുടെ യഥാർത്ഥ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സ് വായിക്കുന്ന ഡേറ്റ കച്ചവടമാണ്. ഇന്ന് ഇന്ത്യയിലെ പെയിൻറ് വിപണിയുടെ പകുതിയിലധികവും, അതായത് ഏകദേശം 54% മാർക്കറ്റ് ഷെയർ ഭരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ബർജർ പെയിൻറ്റ്സോ നെറോളക്കോ ഇൻഡിക്കോ പെയിൻറ്റ്സോ തുടങ്ങിയ വൻ എതിരാളികൾ എല്ലാം കൂടി ഒന്നിച്ചു ശ്രമിച്ചാൽ പോലും ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ നിഴലടുത്ത് എത്താൻ കഴിയില്ല. ഇനി 30 മിനിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ പെയിൻറ് കടയിൽ നിന്ന് ആരംഭിച്ച് സാങ്കേതിക വിദ്യയുടെ, ഡേറ്റയുടെ കരുത്തിൽ ഏഷ്യൻ പെയിൻറ്റ്സ് എങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അജേയമായ ഒരു ബിസിനസ് സാമ്രാജ്യമായി മാറി എന്നതിനെക്കുറിച്ചാണ്. ഈ കഥ തുടങ്ങുന്നത് 1942-ലാണ്. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം. അന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലാണ്. യുദ്ധം കാരണം വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് പെയിൻറ് ഇറക്കുമതി ചെയ്യുന്നത് ബ്രിട്ടീഷ് സർക്കാർ പൂർണ്ണമായി നിരോധിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ സ്വന്തമായി പെയിൻറ് നിർമ്മിക്കുന്ന വലിയ കമ്പനികളില്ലായിരുന്നു. വിദേശ കമ്പനിയായ ഷാലിമാൻ പെയിൻറ്റ്സ് ആയിരുന്നു വിപണി ഭരിച്ചിരുന്നത്. ഇറക്കുമതി നിലച്ചതോടെ ഇന്ത്യയിലാകെ പെയിൻറ്റിൻ്റെ വലിയ ക്ഷാമം നേരിട്ടു. ഈ പ്രതിസന്ധിയെ ഒരു വലിയ അവസരമായി കണ്ട് 4 സുഹൃത്തുക്കൾ മുംബൈയിൽ ഒത്തുകൂടി. വലിയ പാരമ്പര്യമോ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസോ ഇല്ലാത്ത 4 സാധാരണ ചെറുപ്പക്കാർ. മുംബൈയിലെ ഒരു ചെറിയ ഗ്യാരേജിൽ വെറും 25 രൂപ മൂലധനത്തോടെ അവർ ഒരു പെയിൻറ് കമ്പനി ആരംഭിച്ചു. ഏഷ്യൻ ഓയിൽ ആൻഡ് പെയിൻറ് കമ്പനി എന്നായിരുന്നു അതിൻ്റെ പേര്. ആദ്യമൊക്കെ അവർ നേരിട്ടത് വലിയ പ്രതിസന്ധികളായിരുന്നു. കാരണം വിപണിയിൽ ഇതിനകം പേരെടുത്ത വൻ വിദേശ ബ്രാൻഡുകളോട് മത്സരിക്കാൻ ഈ ചെറിയ കമ്പനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോഴാണ് അവർ വിപണിയെ കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അക്കാലത്ത് വിപണിയിലുണ്ടായിരുന്ന പെയിൻറ്റുകൾ വലിയ ടിന്നുകളിലാണ് വിറ്റിരുന്നത്. അത് സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയില്ലാത്തതും വലിയ വിലയുമായിരുന്നു. ഇവിടെയാണ് കമ്പനിയുടെ സ്ഥാപകർ പുതിയ തന്ത്രം ഉപയോഗിച്ചത്. വലിയ ടിന്നുകൾക്ക് പകരം അവർ പെയിൻറ്റുകൾ വളരെ ചെറിയ പാക്കറ്റിലാക്കി വിൽക്കാൻ തുടങ്ങി. ഇതിനെ ഡിസംബർ എന്നാണ് വിളിച്ചത്. ഇതിലും വലിയൊരു മാജിക് അവർ ചെയ്തത് അതിൻ്റെ മാർക്കറ്റിങ്ങിലാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ തങ്ങളുടെ ബ്രാൻഡിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മാസ്കറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലെ പ്രശസ്ത കാർട്ടൂൺ ആർട്ടിസ്റ്റായ RK ലക്ഷ്മൺ ഒരു കുസൃതിക്കാരൻ കുട്ടിയുടെ ചിത്രം വരയ്ക്കുന്നത്. കയ്യിൽ ഒരു പെയിന്റ് ബ്രഷും ബക്കറ്റുമായി നിൽക്കുന്ന ആ കുട്ടിയുടെ പേരായിരുന്നു ഗട്ടു. ഗട്ടു എന്ന ഈ കഥാപാത്രം ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്ന് കയറിപ്പറ്റി. വലിയ നഗരങ്ങളിലെ പണക്കാർക്ക് മാത്രമല്ല, ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്കും പെയിന്റ് വാങ്ങാം എന്നൊരു ചിന്താഗതി ഉണ്ടാക്കാൻ ഏഷ്യൻ പെയിൻറ്റ്സിന് കഴിഞ്ഞു. വെറും 10 വർഷം കൊണ്ട്, അതായത് 1952 ആയപ്പോഴേക്കും അവർ കോടികളുടെ വിറ്റുവരവുള്ള കമ്പനിയായി മാറി. 1967 അവർ ഇന്ത്യയിലെ ഒന്നാമത്തെ പെയിൻറ് കമ്പനി എന്ന പദവി സ്വന്തമാക്കി. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. യഥാർത്ഥ കളി തുടങ്ങുന്നത് ഇതിനു ശേഷമാണ്. ബിസിനസ്സിൽ ഒന്നാമതെത്താൻ എളുപ്പമായിരിക്കാം, പക്ഷേ അവിടെ നിലനിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് വളരുന്നതിനൊപ്പം അവരുടെ മുന്നിൽ വലിയൊരു വില്ലൻ പ്രത്യക്ഷപ്പെട്ടു. ബിസിനസ് ഭാഷയിൽ ഇതിനെ സപ്ലൈ ചെയിൻ ഇൻഎഫിഷ്യൻസി എന്ന് വിളിക്കും. നമുക്ക് ഇതൊരു ലളിതമായ ഉദാഹരണമായി മനസ്സിലാക്കാം. പെയിൻറ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബാക്കി ബിസിനസ്സുകളെ പോലെയല്ല. ഇതിൽ ആയിരക്കണക്കിന് കോമ്പിനേഷനുകളുണ്ട്. ചുവപ്പ്, നീല, പച്ച തുടങ്ങിയ അടിസ്ഥാന നിറങ്ങൾ മാത്രമല്ല, അവയുടെ 100 കണക്കിന് ഷെയ്ഡുകൾ.
കൂടാതെ ഇൻറ്റീരിയർ പെയിൻറ്റിങ്സ്, എക്സ്റ്റീരിയർ പെയിൻറ്റിങ്സ്, ഇനാമൽ, പ്രൈമർ എന്നിങ്ങനെ പലതരത്തിലുണ്ട്. പഴയകാലത്ത് ഒരു പെയിൻറ് കമ്പനി എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നോക്കാം. കമ്പനി പെയിൻറ് നിർമ്മിച്ച് വലിയൊരു വെയർഹൗസിലേക്ക് മാറ്റും. അവിടെ നിന്നും അത് ഹോൾസെയിലേഴ്സിന് കൊടുക്കും. ഹോൾസെയിലർമാർ അത് വലിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൈമാറും. ഒടുവിൽ അവരിൽ നിന്നാണ് നമ്മൾ കാണുന്ന റീറ്റെയിൽ കടകളിലേക്ക് പെയിന്റ് എത്തുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്തെന്നാൽ ഈ വിതരണ ശൃംഖലയെ ഓരോ വ്യക്തിയും തങ്ങളുടെ ലാഭം, മാർജിൻ ഈ പെയിന്റിന്റെ വിലയിൽ കൂട്ടും. അതുകൊണ്ട് തന്നെ ഫാക്ടറിയിൽ 20 രൂപയ്ക്ക് നിർമ്മിക്കുന്ന പെയിന്റ് ഉപഭോക്താവിന്റെ കയ്യിലെത്തുമ്പോൾ 100 രൂപയാകും. ലാഭത്തിന്റെ ഭൂരിഭാഗം പോകുന്നത് ഇടനിലക്കാരുടെ കയ്യിലേക്കാണ്. രണ്ടാമത്തെ പ്രശ്നം വിപണിയിലെ മാറ്റങ്ങൾ പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ ഓണക്കാലത്തോ ചിങ്ങമാസത്തിലോ ആളുകൾ വീണ്ടും പെയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ അത് ദീപാവലിക്കായിരിക്കാം. ഏത് സമയത്ത് ഏത് കടക്കാരന് ഏത് ഷെയ്ഡിലുള്ള പെയിന്റ് വേണമെന്ന് ഫാക്ടറിയിലുള്ളവർക്ക് അറിയാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഇതിന്റെ ഫലമായി പലപ്പോഴും കടകളിൽ ആവശ്യത്തിന് പെയിന്റ് ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പെയിന്റുകൾ വെയർഹൗസിൽ കുന്നുകൂടി കിടന്ന് നശിച്ചു പോകും. ഈ പ്രശ്നം കാരണം കമ്പനിയുടെ വലിയൊരു തുക വെയർഹൗസിന്റെ വാടകയ്ക്കും നശിച്ചു പോകുന്ന സാധനങ്ങൾക്കും വേണ്ടി മാത്രം നഷ്ടമായി പോകാറുണ്ട്. മറ്റ് പെയിന്റ് കമ്പനികളെല്ലാം വിചാരിച്ചത് ഇതാണ് ഈ ബിസിനസിന്റെ രീതി, ഇങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുമെന്നാണ്. എന്നാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഉടമസ്ഥന്മാർ ഇങ്ങനെയല്ല ചിന്തിച്ചത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ കഥ വരുന്നത്. 1970കളിൽ കമ്പനിയുടെ ഉടമസ്ഥർ ഒരു തീരുമാനമെടുത്തു. തന്റെ ബിസിനസ്സിൽ നിന്നും എല്ലാ ഇടനിലക്കാരെയും, അതായത് ഹോൾസെയിലർമാരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും പൂർണ്ണമായി ഒഴിവാക്കുക. കേൾക്കുമ്പോൾ ഇത് ഭ്രാന്തമായ ഒരു തീരുമാനമായി തോന്നാം. കാരണം ആയിരക്കണക്കിന് വിതരണക്കാരുടെ ശൃംഖല പെട്ടെന്ന് നിർത്തിയാൽ ബിസിനസ് തകരും. എന്നാൽ ഏഷ്യൻ പെയിന്റ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നായിരുന്നു. ഫാക്ടറിയിൽ നിന്നും പെയിന്റ് നേരിട്ട് റീറ്റെയിൽ കടകളിലേക്ക് എത്തിക്കുക. ഇത് നടക്കണമെങ്കിൽ കമ്പനിക്ക് ഒരു കാര്യം കൃത്യമായി അറിയണമായിരുന്നു: ഡേറ്റ. ഇന്ത്യയിലെ ഏത് കോണിലുള്ള കടയിലാണ് ഏത് ദിവസം ഏത് നിറത്തിലുള്ള പെയിന്റിന്റെ ആവശ്യമാണ് വരിക എന്ന് മുൻകൂട്ടി അറിയണം. ഇതിനായി അവർ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങി. ഇന്ത്യയിലെ ഓരോ ചെറിയ പെയിന്റ് കടകളിൽ നിന്നും അവർ ഡേറ്റ ശേഖരിക്കാൻ ആരംഭിച്ചു. കഴിഞ്ഞ 5 വർഷത്തിൽ ആ കടയിൽ എന്തൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ പെയിന്റുകളാണ് വിറ്റുപോയത്, ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്, മഴക്കാലത്ത് വിൽപ്പന എങ്ങനെയാണ്, ഈ ഡേറ്റ മുഴുവൻ അവർ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്തു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡേറ്റ ഒക്കെ ജനിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏഷ്യൻ പെയിന്റ്സ് ഇതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അത് തങ്ങളുടെ ബിസിനസ്സിലെ പ്രധാന ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. ഈ കമ്പ്യൂട്ടർ നൽകുന്ന ഡേറ്റ വെച്ച് അവർ ഒരു ഫോർമുല ഉണ്ടാക്കി. ഇതനുസരിച്ച് അടുത്ത ആഴ്ച ഇന്ത്യയിൽ ഓരോ കടക്കാരനും എത്ര ലിറ്റർ പെയിന്റ് ആവശ്യമായി വരും 98% കൃത്യതയോടെ പ്രവചിക്കാൻ ഏഷ്യൻ പെയിന്റ്സിന് സാധിച്ചു. ഇതിന്റെ ബലം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മറ്റ് കമ്പനികൾക്ക് ഒരു കടയിൽ പെയിന്റ് എത്തിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ വേണമായിരുന്നെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന് ദിവസത്തിൽ 3-4 തവണ കടകൾ നേരിട്ട് സ്റ്റോക്ക് എത്തിക്കാൻ തുടങ്ങി. കടക്കാരൻ ഒരു പെയിന്റ് വിറ്റ് തീരുമ്പോഴേക്കും അടുത്ത ലോഡുമായി ഏഷ്യൻ പെയിന്റ്സിന്റെ ട്രക്ക് കടയുടെ മുന്നിൽ വന്നു നിൽക്കും. ഇതോടെ കടക്കാർക്ക് വലിയ വെയർഹൗസുകൾ സൂക്ഷിക്കേണ്ടി വന്നില്ല. അവരുടെ പണം സ്റ്റോക്കിൽ കുടുങ്ങിക്കിടക്കുന്നുമില്ല. ഇത് ഏഷ്യൻ പെയിന്റ്സിനോടുള്ള കടക്കാർക്കുള്ള വിശ്വസ്തത കൂട്ടുകയും ചെയ്തു. ഡേറ്റ അനലിറ്റിക്സ് കൊണ്ട് മാത്രം ഏഷ്യൻ പെയിന്റ്സ് നിർത്തിയില്ല. 1990കളിൽ അവർ വിപണിയെ മുഴുവൻ മാറ്റിമറിച്ച് മറ്റൊരു സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതാണ് ടിൻറ്റിംഗ് മെഷീൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പെയിന്റ് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും: അവിടെ വലിയൊരു മെഷീൻ ഇരിപ്പുണ്ടാവും. നമ്മളൊരു കാറ്റലോഗ് നോക്കി ഒരു പ്രത്യേക ഷെയ്ഡ് തിരഞ്ഞെടുത്താൽ കടക്കാരൻ ഒരു വെള്ള പെയിന്റ് ബക്കറ്റ് എടുത്ത് അത് മെഷീനിലേക്ക് വെക്കും. മെഷീൻ അതിലേക്ക് കൃത്യമായ അളവിൽ കളർ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നിറം കൃത്യമായി നൽകും. ഇന്ന് ഇത് വളരെ സാധാരണമാണ്. എന്നാൽ 90കളിൽ ഇത് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഇതിന് പിന്നിലെ ബിസിനസ് ബുദ്ധി എന്താണെന്നറിയാമോ? ഈ മെഷീൻ വരുന്നതിന് മുമ്പ് കമ്പനിക്ക് ഓരോ നിറത്തിലുള്ള പെയിന്റും പ്രത്യേകം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഡപ്പകളിലാക്കി കടയിലേക്ക് അയക്കണമായിരുന്നു. ഒരു കടയിൽ 1000 നിറങ്ങളുണ്ടെങ്കിൽ 1000 വ്യത്യസ്ത ഡപ്പകൾ സൂക്ഷിക്കണം. ഇത് കടക്കാരന്റെ കടയിലെ സ്ഥലം ഇല്ലാതാക്കും. എന്നാൽ ടിന്നിംഗ് മെഷീൻ വന്നതോടെ ഏഷ്യൻ പെയിന്റ്സ് കടയിലേക്ക് അയക്കുന്നത് വെറും ബേസ് പെയിന്റ് മാത്രമാണ്, അതായത് വെള്ള പെയിന്റ്.
കടക്കാരന് ആകെ വേണ്ടത് കുറച്ച് വെള്ള പെയിൻറ് ബക്കറ്റുകളും നിറം ചേർക്കാനുള്ള ചെറിയ കളർ ട്യൂബുകളും പിന്നെ ഈ മെഷീനും മാത്രമാണ്. ഉപഭോക്താവ് ഏത് നിറം ചോദിച്ചാലും കടക്കാരന് അത് അപ്പോൾ തന്നെ നിർമ്മിച്ചു നൽകാം. ഇതോടെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഫാക്ടറികളിൽ ജോലി വളരെ എളുപ്പമായി. അവർക്ക് 1000 വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. വെറും ബേസ് പെയിൻറ് മാത്രം വൻതോതിൽ നിർമ്മിച്ചാൽ മതി. ഇതവരുടെ നിർമ്മാണ ചെലവ്, മാനുഫാക്ചറിങ് കോസ്റ്റ് വൻതോതിൽ കുറച്ചു. മറ്റ് കമ്പനികൾ ഈ മെഷീനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കടകളിൽ ഈ മെഷീൻ സ്വന്തം ചെലവിൽ സ്ഥാപിച്ചു. ഇത് അവരുടെ വിതരണ ശൈലിയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റി. കൊക്കക്കോളയോ പെപ്സിയോ സ്വന്തം വിതരണ ശൈലിക്ക് ചിലവഴിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഏഷ്യൻ പെയിൻറ്റ്സ് തങ്ങളുടെ ലോജിസ്റ്റിക്സിനായി ചിലവഴിക്കുന്നത്. ഇന്ന് ഏഷ്യൻ പെയിൻറ്റ്സ് വെറും ഒരു പെയിന്റ് കമ്പനി മാത്രമല്ല, മറിച്ച് ഹോം ഡെക്കോറും മോഡുലർ കിച്ചണും ബാത്റൂം ഫിറ്റിംഗ്സും ഒക്കെയുള്ള വലിയൊരു കമ്പനിയാണ്. ഒരു വീടിന് ആവശ്യമായ എല്ലാം ഇന്ന് അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഗ്യാരേജിൽ നിന്നും തുടങ്ങിയ ഈ കമ്പനിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 3 ബിസിനസ് പാഠങ്ങൾ എന്തൊക്കെയാണ്? പാഠം 1. വിൽക്കുന്ന ഉൽപ്പന്നമല്ല പ്രധാനം, വിതരണ രീതിയാണ്. നിങ്ങളുടെ ഉൽപ്പന്നം എത്ര മികച്ചതാണെങ്കിലും കാര്യമില്ല, അത് കൃത്യസമയത്ത് ഉപഭോക്താവിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെട്ടു. ഏഷ്യൻ പെയിൻറ്റ്സ് വിജയിച്ചത് നല്ല പെയിന്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല, അത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ദിവസത്തിൽ 4 തവണ എത്തിക്കാനുള്ള ലോജിസ്റ്റിക് സിസ്റ്റം ഉണ്ടാക്കിയതുകൊണ്ടാണ്. ടെക്നോളജി കമ്പനികൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഡേറ്റ ഒരു സാധാരണ പെയിന്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ 50 വർഷം മുമ്പ് കമ്പനിയുടെ ഉടമസ്ഥർ കാണിച്ച ആ ദീർഘവീക്ഷണമാണ് അവരെ വിപണിയിലെ രാജാവാക്കിയത്. നിങ്ങളുടെ ബിസിനസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉപഭോക്താക്കളുടെ ഡേറ്റ കൃത്യമായി വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് വിപണി പ്രവചിക്കാൻ സാധിക്കും. ഇനി 3ാമത്തെ പാഠം, ഉപഭോക്താവിൻ്റെയും ഡീലറുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക. ടിന്നിംഗ് മെഷീൻ വഴി കടകളുടെ സ്ഥലപരിമിതികളും വെയർഹൗസിലെ ചെലവുകളും ഏഷ്യൻ പെയിൻറ്റ്സ് ഇല്ലാതാക്കി. കടക്കാരൻ വളരുമ്പോൾ കമ്പനിയും തനി വളരും എന്ന ലളിതമായ തത്വം അവർ നടപ്പിലാക്കി. അടുത്ത തവണ നിങ്ങൾ ഏഷ്യൻ പെയിൻറ്റ്സ് പരസ്യം കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് പെയിന്റ് അടിക്കുമ്പോഴോ ഓർക്കുക, നിങ്ങൾ കാണുന്നത് വെറും ഒരു നിറമല്ല, അത് 80 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ നിറമാണ്. ആരും ചിന്തിക്കാത്ത സാങ്കേതിക വിദ്യകളുടെയും ഡേറ്റയുടെയും പിൻബലത്തിൽ പടുത്തുയർത്തിയ ഒരു അദൃശ്യ സാമ്രാജ്യത്തിൻ്റെ വിജയകഥ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ബിസിനസ് ലോകത്തെ ഇത്തരം രസകരമായ കഥകളും തന്ത്രങ്ങളും ഇനിയും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.